നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അതിഭീകരമായ യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ തുടരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ കഴിഞ്ഞ ഒരു മാസമായി ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും നടക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഈ നിമിഷം വരെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ലെബനോനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 4 മണിക്കൂറിനുള്ളിൽ 8 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. 65 റോക്കറ്റുകൾ ലെബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് അവർ തൊടുത്തുവിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഗലീലി കുന്നുകളിലേക്ക്, കിരിയാത്ത് മേഖലയിലേക്കാണ് ഏറ്റവും അധികം റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിരവധി റോക്കറ്റുകളെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പല റോക്കറ്റുകളും ഇസ്രായേലിനുള്ളിലേക്ക് വീണു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കിരിയത്ത് മേഖലയിൽ ജനനിബിഡമായ കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ ലെബനോനിൽ നിന്ന് അയച്ച റോക്കറ്റുകൾ പതിച്ച് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി എന്നും വമ്പൻ തീപിടുത്തമുണ്ടായി എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇത് ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ളയും അതുപോലെ ഇസ്രായേലും വ്യത്യസ്തമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും അതിശക്തമായ ആക്രമണങ്ങളുടെ പരമ്പരയാണ്, റോക്കറ്റ് ആക്രമണങ്ങളുടെ പരമ്പരയാണ് ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിയത് എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ അംഗീകരിക്കുക തന്നെയാണ്. അത്രത്തോളം ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ലെബനോനിൽ നിന്നുള്ള റോക്കറ്റുകൾ പതിക്കുന്നത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന, അന്തം വിട്ടു നിൽക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം. ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തി കടന്ന് ഒരു മിസൈലോ റോക്കറ്റോ ഡ്രോണോ പോലും എത്തണമെങ്കിൽ അത് അയൺ ഡോം സംവിധാനത്തിൻ്റെ കഴിവിനെ മറികടക്കണം. അതാണ് അയൺ ഡോം സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എത്രത്തോളം വലിയ മിസൈലുകൾ വന്നാലും അതിനെയൊക്കെ നിർവീര്യമാക്കാനുള്ള ശക്തി ഈ അയൺ ഡോം സംവിധാനത്തിനുണ്ട്. പക്ഷേ അയൺ ഡോം സംവിധാനത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് ഒരേ സമയം 100 കണക്കിന് മിസൈലുകളോ റോക്കറ്റുകളോ ഡ്രോണുകളോ എത്തിയാൽ അതിനെ എല്ലാത്തിനെയും ഒരേ സമയം നിർവീര്യമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ചിലത് അയൺ ഡോം സംവിധാനത്തിനെ മറികടന്നുകൊണ്ട് ആ ഭൂപ്രദേശത്തേക്ക് വീഴുമെന്നുള്ളതാണ്. ആ അയൺ ഡോം സംവിധാനത്തിൻ്റെ ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തുന്നത്. ഇറാൻ്റെ പൂർണ്ണമായ സൈനിക പിന്തുണയോടുകൂടി ഇറാൻ നൽകുന്ന ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണ പരമ്പര സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ അതിരൂക്ഷമായ ആക്രമണ പരമ്പര. 4 മണിക്കൂറിനുള്ളിൽ 8 തവണയായി 65 റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് തൊടുത്തുവിട്ടു ഹിസ്ബുള്ള തീവ്രവാദികൾ. അതിൽ ചിലത് കിരിയത്ത് മേഖലയിലേക്കും അതുപോലെ ചിലത് ഗലീലി കുന്നുകളിലേക്കും പതിച്ചു. അത് ജനനിവാസ കേന്ദ്രങ്ങളിലേക്ക് പതിച്ചു, വിജനമായ പ്രദേശങ്ങളിലേക്ക് പതിച്ചു. വമ്പൻ സ്ഫോടനങ്ങളുണ്ടായി, അതുപോലെ തീപിടുത്തമുണ്ടായി. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്താണ് ഇതിൻ്റെ ഒരു അവസാനം? എന്താണ് ഈ ഒരു യുദ്ധത്തിൻ്റെ അവസാനം? ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അത്രത്തോളം രൂക്ഷമായ ആക്രമണങ്ങൾ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനുള്ളിലും അതുപോലെ ലെബനോനിനുള്ളിലും. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒക്ടോബർ മാസം 7-ാം തീയതി തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേലി സേന. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ അന്ത്യം കണ്ട ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നു. പക്ഷേ അവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ വമ്പൻ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനുള്ളിൽ രൂപപ്പെടുകയാണ്, ലോകത്താകമാനം രൂപപ്പെടുകയാണ്. അതിന് കാരണമുണ്ട്. ബന്ദികളാക്കിയ 251 പേരിൽ ഇനിയും 97 പേരെ കിട്ടാനുണ്ട്. 38ഓളം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 106ഓളം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇനിയും നിരവധി 97 പേരുടെ കാര്യത്തെക്കുറിച്ചൊരു കൃത്യമായ വിവരമില്ല. അവരെ ഓരോരുത്തരെ കൊന്നു തള്ളാനുള്ള നിർദ്ദേശങ്ങളും ഹമാസ് ഭീകരവാദികൾ നൽകിയിരിക്കുന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഏതു ഘട്ടത്തിൽ ഇവർ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഇസ്രായേലി ഭരണകൂടത്തിന് പോലും ഒരു ഉറപ്പില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം ബന്ദികളെ രക്ഷപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷം തന്നെ പറയുന്നു.
അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ വെടിനിർത്തലിനായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. റഫയിലും ഗാസയിലും അടക്കം വിജയത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്, യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇസ്രായേലിന് മുന്നിൽ അവരുടെ ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. 4 വശത്തു നിന്നും ഇസ്രായേലിനെ വലിഞ്ഞു മുറുക്കുകയാണ്. എന്നിട്ടും പോരാട്ടമാണ് വിജയം എന്ന ആപ്തവാക്യത്തിൽ നീ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം, ഇസ്രായേൽ എന്ന ഒരു ജൂത രാഷ്ട്രം. ഹമാസ് എന്ന ഭീകരവാദികളെ മാത്രമല്ല, ഞങ്ങൾ വെസ്റ്റ് ബാങ്കിൽ ടെൽ അവീവിലടക്കം ഹമാസിനെതിരെ, ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ, എന്തിനേറെ പറഞ്ഞ ലെബനനിലും ഇറാനിലുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന ജൂതരാജ്യം. ഒരു ചെറിയ രാജ്യമാണ്, 4 ചുറ്റും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, ഇസ്ലാമിക ഭീകരവാദികളാണ്, ടെററിസ്റ്റുകളാണ്. അവർക്കിടയിൽ ഒരു ചെറിയ രാജ്യം അവരുടെ ആത്മവിശ്വാസവും മനക്കരുത്തും കൊണ്ട് മാത്രം അവർ പോരാടി വിജയത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇസ്രായേലിനെ കടന്നാക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊടുത്തിരിക്കുന്നു ഇറാൻ്റെ പൂർണ്ണമായ പിന്തുണയിൽ, ഇറാൻ്റെ സൈനിക സഹായത്തിൽ, ഇറാൻ്റെ സാമ്പത്തിക സഹായത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ഹിസ്ബുള്ള. ഒരു ശിഖണ്ഡിയെപ്പോലെ ഒളിവിൽ നിന്ന് കളിക്കുകയാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇറാൻ ഒരിക്കലും അത്തരമൊരു മണ്ടത്തരത്തിന് മുതിരില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ആ ഇറാൻ ബുദ്ധിപൂർവമായി കളിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഹിസ്ബുള്ളയെ, ഹൂതികളെയൊക്കെ ഇറക്കി ഇസ്രായേലിനെതിരെ പരമാവധി ആക്രമണം നടത്തുക, ഇസ്രായേലിനെ പരമാവധി ബുദ്ധിമുട്ടിക്കുക. ഇസ്രായേലിന് ഒരു പോറലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അത് വലിയ നേട്ടമാണെന്ന് കരുതി ഹിസ്ബുള്ളയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു. ഹിസ്ബുള്ള അവരുടെ അന്ത്യ അധ്യായം കുറിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്കറിയില്ല ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച്. ആ സൈനിക ശേഷി അധികം വൈകാതെ ഹിസ്ബുള്ള തിരിച്ചറിയും. ലെബനൻ എന്ന രാജ്യം പോലും ചിലപ്പോൾ ഭസ്മമാകുന്നതിന് വലിയ കാലമുണ്ടാകില്ല. ബെയ്റൂട്ടിന് ഗാസയുടെ ഗതിയാകുമെന്നതിനും ഒരു തർക്കവുമില്ല. അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഇപ്പോൾ കരുതിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതികരിക്കുമ്പോൾ അതൊരു പ്രതികരണം തന്നെയാകുമ്പോൾ യാതൊരു സംശയവുമില്ല ഹിസ്ബുള്ളയുടെയും ലെബനോൻ്റെയും അന്ത്യമായിരിക്കും അന്ന് സംഭവിക്കുക.